പരിപാടി ഇന്നത്തെ തുടങ്ങുന്ന പാർട്ടിയോടുകൂടെ مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി മദ്രസകളിൽ ഇന്നും അതുപോലെ ഈ ഒരു ആഴ്ചയിലുമായി മെഹ്റജാനുൽ ബിദായ പ്രവേശനോത്സവം എന്ന നാമത്തിൽ നമ്മുടെ മദ്രസകളിലേക്ക് കുരുന്നുകൾ വിദ്യ നുകരുന്നതിന് വേണ്ടി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം, റമദാന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മദ്രസ രംഗം സജീവമാവാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് പല ആളുകളുടെ വിദ്യാർത്ഥിനികളുടെ മുഖത്ത് സന്തോഷവും ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. പുതിയ വർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, പുതിയ പഠന പാഠ്യേതര രംഗത്തെ മികവുകളെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ പുതിയ പുസ്തകങ്ങൾ, പുതിയ ക്ലാസ്, അങ്ങനെ പല തരത്തിലുള്ള ആലോചനകൾ, പുതിയ അധ്യാപകർ, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിലും സന്തോഷവും അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷയും നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറിയ കുറച്ച് വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിലേക്ക് വിദ്യയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷം ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. അവർക്ക് പ്രാർത്ഥന കൊണ്ട് കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സമയത്ത് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയും സദസ്സിലെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുന്നതിന് വേണ്ടിയും അധ്യാപകർ സജ്ജമാണ്. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആമുഖ പ്രഭാഷണം നിർവഹിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ മദ്രസയുടെ സദർ ഉസ്താദായ ഇസ്മായിൽ ഉസ്താദാണ്. ഉസ്താദിനെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഭാഗത്ത് മണലടിയിലെ നിന്നുമാണ് നമുക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി ഉസ്താദ് ഈ വർഷം മുതൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഉസ്താദിനൊന്ന് പരിചയപ്പെടലും ചെറിയൊരു സംസാരവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദിനെ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിദ്യാർത്ഥിനികൾ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു എല്ലാ രക്ഷിതാക്കളെയും വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷന്റെ അനുമതിയിൽ കൂടെ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ഇസ്മായിൽ ഉസ്താദിനെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നാം ഇവരെയും അല്ലാഹു ഒരുമിച്ച് നിർത്തിയിരിക്കട്ടെ. പ്രിയപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ്, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാര്, എൻ്റെ സഹോദരന്മാര്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടുതലായി പറയുകയല്ല. ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇൽമിന്റെ മധുരം നുകരാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് പുതിയ നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന പുതിയ വിദ്യാർത്ഥികൾ, ഇനിയുള്ള കാലത്തേക്കുള്ള ഭാവി പൗരന്മാരും ദീനിനെ സംരക്ഷിക്കേണ്ടവരുമാണ് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ. ആ മക്കളുടെ അച്ചടക്കവും അതുപോലെ തന്നെ അവരുടെ സ്വഭാവ വിശുദ്ധിയും മര്യാദയും മാതാപിതാക്കളോടുള്ള കടമയും ഇതെല്ലാം പഠിപ്പിക്കാനും ഇതെല്ലാം മനസ്സിലാക്കാനും എങ്ങനെ ഒരു സമൂഹത്തോട് പെരുമാറണമെന്നും ദീന് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനുമാണ് നമ്മുടെ മദ്രസ സംവിധാനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമുക്ക് ഇന്ന് 2 വിദ്യാഭ്യാസവും വേണം. മതവിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. ഒന്നുകൊണ്ട് മാത്രം പരിമിതപ്പെട്ടാൽ നമ്മുടെ ജീവിതം വളരെ അവതാളത്തിലാവും. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്നവരാണ്, ഇൽമ് പഠിക്കുന്നവരാണ്. വെറും പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ പോരാ. ഇൽമ് പഠിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഊന്നൽ നൽകുകയും കൂടുതൽ നമ്മുടെ ദീനിന്റെ അടിസ്ഥാനവുമാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠിക്കുന്നതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ അറിവിൻ മുറ്റത്തേക്കാണ്, തീരത്തേക്കാണ് ഇന്ന് ലക്ഷക്കണക്കിന് കുരുന്നുകൾ തുടക്കം കുറിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ തലമുറകൾ, നമ്മൾ കഴിഞ്ഞു പോയ ആളുകൾ, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടും പഠിച്ച് മുന്നോട്ട് പോയവരാണ്. ഒരുപക്ഷെ നമ്മളെ പോലെ ഇത്തരം സംവിധാനത്തോടുകൂടെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ മദ്രസ സംവിധാനവും വളരെയധികം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധുനിക സംവിധാനത്തോടുകൂടെയും സൗകര്യത്തോടുകൂടെയുമാണ് അതിന്റെ സിസ്റ്റം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതനുസരിച്ച് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും നമ്മുടെ രക്ഷിതാക്കളൊക്കെ അതിനു വേണ്ടി മദ്രസകൾ സജ്ജീകരിച്ചിരിക്കുക. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയതുപോലെയല്ല നമ്മുടെ മദ്രസയിലെ ഈ വർഷത്തെ നമ്മുടെ ആരംഭം എന്നുള്ളത്.
കഴിഞ്ഞ റബീഉൽ അവ്വലോടുകൂടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്മാർട്ടായി, അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളും സ്മാർട്ടായി അല്ലേ? എന്ത് ശരിക്കും ആയിട്ടില്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ക്ലാസ് സ്മാർട്ട് ആയതുപോലെ നമ്മൾ എന്താവണം? സ്മാർട്ട് ആവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ സമയം ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല. പ്രധാനപ്പെട്ട് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയൊക്കെ സംവിധാനം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കളും ചെയ്തു തരുമ്പോൾ അതിന്റെ അർത്ഥവത്തായ രൂപത്തിൽ നമ്മൾ പഠിക്കാനും ഇൽമ സ്വായത്തമാക്കാനും നമ്മൾ തയ്യാറാവണം. നമുക്ക് സ്കൂൾ പഠനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകണം. യഥാർത്ഥത്തിൽ വളരെ പ്രയാസകരമാണ് ഇന്നത്തെ സാഹചര്യം എന്നൊക്കെ അറിയാം. എന്നാലും നമ്മൾ ദീനിനെ നിലനിർത്തണമെങ്കിൽ വളരെ കഷ്ടപ്പെടണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇൽമ പഠിക്കുന്നിടത്ത് കൂടുതൽ കൂടുതൽ ആവേശം ഉണ്ടായിരിക്കണം. ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടുത്തി തരുമ്പോൾ അത് ഏർപ്പെടുത്തി തരുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും നമ്മൾ എപ്പോഴും മനസ്സ് കാണിക്കണം. അതിനുവേണ്ടിയിട്ടാണല്ലോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ കഴിഞ്ഞുപോയ ആളുകൾക്ക് വേണ്ടിയും മുൻപ് പിന്നെ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അവസാനം അപ്പൊ ഞാന് എന്റെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും നമ്മോട് ബന്ധമുള്ളവരോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തോടു കൂടെ നടത്തപ്പെടുന്ന എല്ലാ മദ്രസകളും നടത്തപ്പെടുന്നത് പോലെ നമ്മുടെ മദ്രസയിൽ നടത്തപ്പെടുന്ന പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഇൽമ പഠിക്കുന്നവരാണ്. ഇൽമ പഠിക്കുന്നവർക്ക് അത്യാവശ്യമായി വേണ്ടത്, ഇൽമ പഠിക്കുന്നതിന്റെ ഷർത്ത് എന്ന് പറയുന്നത് അദബാണ്. അദബില്ലാതെ ഇൽമ പഠിച്ചാൽ ശരിയാവില്ല. ഏതുപോലെ നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ വുളു എന്ന് പറയുന്നത്. വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവാത്തത് പോലെ തന്നെ അദബില്ലാതെ ഇൽമ പഠിച്ചാൽ ഇൽമ ലഭിക്കുകയില്ല. അത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുകയില്ല. അപ്പൊ നല്ല അദബോടുകൂടെ ഇൽമ പഠിക്കുക. ആ അദബിന്റെ ഭാഗമാണ് ഏറ്റവും വൃത്തി, അനുസരണ, ജീവിതത്തിൽ വേണ്ട എല്ലാവിധ ചിട്ടകളും പാലിക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ട നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അധിക വീടുകളിലും വൈകിയാണ് ഉറങ്ങുന്നത്. ഈ വൈകി ഉറങ്ങൽ കൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈകി എണീക്കുക, അതുകൊണ്ടൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. സകല ഡോക്ടർമാരും പറയുന്നത് 9 മണിയുടെ മുൻപേ ഒരു മനുഷ്യൻ ഉറങ്ങണമെന്നാണ്. രാത്രി 9 to 12 മണി വരെയുള്ള ഉറക്കം അത് ഓരോ ശരീരത്തിനും ലഭിക്കണം. 9 മണി മുതൽ 12 മണി വരെയുള്ള ഉറക്കം അത് ഓരോ ശരീരത്തിനും, അതൊരു ആരോഗ്യപരമായി, എന്നാൽ ആ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ കഴിവിന്റെ പരമാവധി നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക.
വൈകി ഉറങ്ങിയാൽ നായയുടെ സ്വഭാവമാണ്. നായ എപ്പോഴും വൈകിട്ട് ഉറങ്ങാ, വൈകിട്ട് എഴുന്നേൽക്കുക. സുബയുടെ സമയത്ത് നായ ഉറങ്ങായിരിക്കും. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുമ്പോൾ തന്നെ ദിക്റുകളൊക്കെ ചൊല്ലി എഴുന്നേൽക്കുക. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ പിരടിയിൽ പിശാച് 3 കെട്ടിടുന്ന, അതിൽ ഒന്നാമത്തെ കെട്ടഴിയുന്നത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലുമ്പോഴാണ്. രണ്ടാമത്തെ കെട്ടഴിയുന്നത് വുളൂ ചെയ്യുമ്പോഴാണ്. മൂന്നാമത്തെ കെട്ടഴിയുന്നത് നിസ്കരിക്കുമ്പോഴാണ്. അങ്ങനെ എല്ലാം ജീവിതത്തിൽ വേണ്ട എല്ലാ അദബുകളും നമ്മൾ പാലിക്കുക. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കുക, ഉസ്താദുമാർ പറയുന്നത് കേൾക്കുക. അങ്ങനെ ജീവിതത്തിൽ എല്ലാവിധ അദബുകളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇൽമ് കരസ്ഥമാവുകയുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ചെറു രൂപത്തിലൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അബ്ദുൽ കബീർ അൻവരി. മണ്ണാർക്കാടാണ് വീട്, മണ്ണാർക്കാട് മണ്ണടി. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ ക്ലാസ്സുകളിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ അപ്പം സംസാരിക്കാം. അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും 2 ലോകത്തും വിജയികൾ ഉൾപ്പെടുത്തട്ടെ. നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നരകം ഹറാമാക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.